കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ തുടരുന്നു. കൂട്ടിക്കൽ കാവാലിയിൽ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. മണ്ണിടിഞ്ഞ് ചോലത്തടം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പുല്ലകയാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നു. നിരവധി വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്ത് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്നലെ വൈകിട്ട് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ആരംഭിച്ച കനത്ത മഴ മണിക്കൂറുകളോളം നീണ്ടുനിന്നു. ഇതിന് പിന്നാലെയാണ് കൂട്ടിക്കൽ കാവാലിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലിന് പിന്നാലെ മലവെള്ളപ്പാച്ചിലിൽ റോഡിലേക്ക് മണ്ണും പാറയും ഒഴുകിയെത്തി. ഇതേ തുടർന്ന് കൂട്ടിക്കൽ കാവാലി ചേലത്തളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മഴ ശക്തമായിട്ടുണ്ടായിരുന്നു. രാത്രി സമയങ്ങളിലെല്ലാം അതിഭയങ്കര മഴയായിരുന്നു. പിന്നെ ഉരുൾപൊട്ടുന്ന ഒരു 9-10 മണിയോട് കൂടി അതിനിടയ്ക്ക് സമയത്താണ് മണ്ണിടിച്ച് മേളിൽ നിന്ന് മണ്ണിടിച്ചിലുണ്ടായിട്ട് താഴോട്ട് വന്നിട്ട് ഉരുളായിട്ട് ഇങ്ങ് പോകുന്നു. പുല്ലകയാറ്റിലെയും മണിമലയാറ്റിലെയും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. മുണ്ടക്കയത്തും മണിമലയിലും ചില വീടുകളിൽ വെള്ളം കയറി. രാത്രിയിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. മണിമലയാറിന് തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി ഒരു 11-12 കൂടി ഭയങ്കരമായിട്ട് വെള്ളം വന്ന് ഈ പെരക്കകത്ത് തന്നെ എൻ്റെ ചെസ്റ്റിന് മുകളിൽ വെള്ളം ഉണ്ടായിരുന്നു. അത് ഇറങ്ങിപ്പോകാനും ഭയങ്കരമായിട്ട് താമസിച്ചു. അപ്പോൾ നമ്മൾ ഉള്ള ഫർണിച്ചറുകളും സാധനങ്ങളും എല്ലാം പിള്ളേരുടെ ബുക്കുകൾ കാര്യങ്ങളെല്ലാം ഒന്നെടുത്ത് മാറ്റാനുള്ള ഒരു ടൈം പോലും നമുക്ക് കിട്ടിയില്ല. മുണ്ടക്കയത്ത് 242 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. കാഞ്ഞിരപ്പള്ളിയിൽ 152, തീക്കോയിൽ 104 മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി. ഈ മേഖലയിൽ ഇന്നും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യത ഏറെയുള്ള മേഖലയാണ് കൂട്ടിക്കലടക്കമുള്ള കിഴക്കൻ മേഖല. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.